നമസ്കാരം. യാസിൻ മാലിക്, ജമ്മു ആൻഡ് കാശ്മീരിലെ ഈ ഭീകരവാദിയെ പ്രേക്ഷകർ മറന്നിരിക്കുവാനിടയില്ല. ഇപ്പോൾ വിസ്മൃതിയിലേക്ക് പോയിരിക്കുകയാണെങ്കിലും കേസുകളിൽ നിന്ന് കേസുകളിലേക്ക് ഓടി ജയിലിൽ കിടന്ന് വലഞ്ഞ് നാശമായി ആരോഗ്യമെല്ലാം നശിച്ച് ഒരു പേക്കോലമായി മാറിയെങ്കിലും ഒരു കാലത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഓഫീസിൽ വരെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. കശ്മീരിലെ ഏറ്റവും വലിയ ഭീകരവാദികളിൽ ഒരാൾ. 35 വർഷങ്ങൾക്ക് മുമ്പ് കശ്മീരിൽ പൊട്ടിപ്പുറപ്പെട്ട ഹിന്ദു വംശഹത്യ, ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കുന്തമുനയായി പ്രവർത്തിച്ചൊരാൾ, നിരവധി സൈന്യോദ്യോഗസ്ഥരുടെ മരണത്തിന് കാരണമായ ഒരാൾ, നേരിട്ട് തന്നെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രിയപുത്രന്മാരെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരാൾ 35 വർഷങ്ങൾ സ്വൈരവിഹാരം ചെയ്തു നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നത് വരെ. ഇപ്പോൾ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് പാത്രമായി ഒരുപക്ഷെ തൂക്കുകയർ തന്നെ ലഭിച്ചേക്കാവുന്ന മറ്റ് കേസുകൾക്ക് വിചാരണ നേരിടുകയാണ്. യാസിൻ മാലിക് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായൊരു കുറ്റകൃത്യത്തിൻ്റെ, ഒരു ഭീകരവാദത്തിൻ്റെ പുനർവിചാരണ അല്ലെങ്കിൽ പുനരന്വേഷണം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. സരള ഭട്ട് എന്നുള്ള ഒരു യുവതിയുടെ മരണത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ഒരു വിവരം. 35 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. 1990 ഏപ്രിൽ 18 ഷെറേ കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ പരിസരത്ത് നിന്ന് സരള ഭട്ടിനെ തട്ടിക്കൊണ്ടുപോയ ഇസ്ലാമിക ഭീകരവാദികൾ സരള ഭട്ട് എന്ന യുവതിയെ, പെൺകുട്ടി എന്ന് തന്നെ പറയാം, യുവതി പോലും ആയിട്ടില്ല, പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പിന്നെ ഒമർ കോളനി എന്നൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. യാസിൻ മാലിക് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ, ഈ ഭീകരവാദ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമായ വിവരം. അന്ന് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു, അതിനുള്ള തെളിവുകളും ലഭിച്ചിരുന്നു. പക്ഷേ 35 വർഷങ്ങൾ ഈ കുറ്റകൃത്യത്തിന് പഴക്കമുണ്ടെങ്കിലും 2014 വരെയെങ്കിലും യാസിൻ മാലിക്കിനെ ഒന്ന് തൊടുവാനോ അല്ലെങ്കിൽ പരസ്യമായി ഇത്തരത്തിലൊരു ആരോപണം അയാൾക്കെതിരെ ഉന്നയിക്കുവാനോ ഭാരതീയരായ ഒരു വ്യക്തിക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം ശക്തമായൊരു സംരക്ഷണമായിരുന്നു കോൺഗ്രസിൻ്റെ സർക്കാരുകളും ഇടത് ബുദ്ധിജീവികളുടെ ആവാസ വ്യവസ്ഥയും. ചിന്തിച്ചു നോക്കൂ, അരുന്ധതി റോയ് ഈ ഹിന്ദി സിനിമകളിലേക്ക് റൊമാൻറ്റിക് ഗാന ചിത്രീകരണ രംഗങ്ങളുടെ രംഗം പോലെയാണ് ചിരിച്ചു കളിച്ച് അയാളുമായി ചിത്രങ്ങൾക്ക് പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുന്നത്. അത്തരത്തിൽ ഉള്ളൊരു ബന്ധം ഇടത് ആവാസ വ്യവസ്ഥയുമായി അയാൾ സ്ഥാപിച്ചിരുന്നു. എന്തിനു പറയുന്നു, ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവിൽ പോലും ആദരണീയനായൊരു സാന്നിധ്യമായി യാസിൻ മാലിക് വന്നിരുന്നു. ആനന്ദ് മഹീന്ദ്രയെ പോലെയുള്ളവർ യാസിൻ മാലിക് സാഹിബ് എന്ന് വിളിച്ച് അയാളെ പുകഴ്ത്തുന്ന രംഗങ്ങൾ നിങ്ങൾക്കിപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. ആനന്ദ് മഹീന്ദ്ര മോശക്കാരനാണെന്നല്ല പറയുന്നത്, അന്നത്തെ സാഹചര്യം അതായിരുന്നു. സർക്കാരിൻ്റെ പിന്തുണ, ഇയാളൊരു ഭീകരവാദി അല്ല, ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് എന്ന് കോൺഗ്രസിൻ്റെ രാജ്യവിരുദ്ധ സർക്കാർ പറയുമ്പോൾ ആനന്ദ് മഹീന്ദ്രയെ പോലൊരു വ്യവസായി എന്തു ചെയ്യും? ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടായിരിക്കും, അന്ന് അത് പറയേണ്ടി വന്നെങ്കിലും ഇന്നവൻ കിടന്നനുഭവിക്കുന്നുണ്ടല്ലോ. മൻമോഹൻ സിംഗിൻ്റെ കാര്യാലയത്തിലും വീട്ടിലും വരെ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഈ ഭീകരവാദി ഇന്ന് കയറുകെട്ടി ഒരു പട്ടിയെ ഏത് തരത്തിലാണോ സുരക്ഷിതമായി ആളുകൾ ജീവനോടെ പിടികൂടുകയാണെങ്കിൽ തല്ലിക്കൊല്ലാൻ കൊണ്ടുപോകുന്നത്, സുരക്ഷിതമായൊരു സ്ഥലത്ത് കൊണ്ടുപോയി തല്ലിക്കൊല്ലുവാൻ കൊണ്ടുപോകുന്നത്, അത്തരത്തിലാണ് യാസിൻ മാലിക്കിനെ ഇന്ന് നിയമം കൈകാര്യം ചെയ്യുന്നത്. ഈ യാസിൻ മാലിക്കിൻ്റെ ഈ ഒരു സരള ഭട്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭീകരവാദം ഒരു സംഭവം മാത്രമാണ്. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ 35 വർഷങ്ങൾ നമ്മുടെ അറിവിൽ നിന്ന് ആസൂത്രിതമായി തന്നെ മറച്ചു വയ്ക്കപ്പെട്ടിരുന്നു. ഇനി സരള ഭട്ടുമാർ വരും, ഗീതാ ഭട്ടുമാരുടെ സംഭവങ്ങൾ ഉയർന്നു വരും, കശ്മീരി പണ്ഡിറ്റുമാരുടെ പുനരധിവാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ തുടരും. ഈ കഴിഞ്ഞ ദിവസം ദത്തുമൈ ന്യൂസ് തന്നെ പങ്കുവച്ചിരുന്നു, വർഷങ്ങൾക്ക് ശേഷം ശ്രീനഗറിൽ അവരുടെ ആരാധനാലയങ്ങളിൽ, പരമ്പരാഗതമായ ആരാധനാലയങ്ങളിൽ തിരികെ എത്തിയ ആയിരക്കണക്കിന് കശ്മീരി പണ്ഡിറ്റുകളുടെ സന്തോഷം. ഇപ്പോൾ അവർക്ക് ശ്രീനഗറിലൂടെ സുരക്ഷിതമായി നടക്കുവാൻ സാധിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ് അത് നേരിട്ട് കണ്ടനുഭവിച്ചതിൻ്റെ സന്തോഷം. ഇനി തിരികെ വരുവാനുള്ള പ്രതീക്ഷകൾ അവരിൽ കൂടുതൽ ഉയർത്തിയ ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷകൾ അവർക്ക് നൽകുന്ന ആ ഒരു സാഹചര്യം. മോദി സർക്കാർ പുനരധിവാസത്തിന് തീർച്ചയായും സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വനപ്രദേശങ്ങൾ, കശ്മീരിൻ്റെ വനപ്രദേശങ്ങളിലെല്ലാം വേട്ട തന്നെ നടക്കുകയാണ് ഭീകരവാദികളുമായിട്ട് സംബന്ധിച്ചുള്ള. നിരവധി ഭീകരവാദികൾ ഹോറിഫൈഡ് ആകുന്നുണ്ട് ദൈനംദിനം എന്നവണ്ണം. പഹൽഗാമിന് ശേഷം യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ ഭീകരവാദികളെ കാണുന്നിടത്ത് വെച്ച് ഹോറിഫൈഡ് ആക്കുക. ജീവനോടെ പിടിക്കേണ്ട ചില ആളുകളുണ്ട്, കാരണം വിവരങ്ങൾ അറിയണമല്ലോ, എവിടെ നിന്നാണ് അടുത്ത ഹോറിഫൈഡ് ആക്കേണ്ട സംഘമുള്ളത്, അതിലെത്ര പേരുണ്ട്, 3 പേരേ ഉള്ളൂ, 10 പേർ കൂടി വരട്ടെ, അല്ലെങ്കിൽ ആ 3 പേരെ നമുക്കൊന്ന് വളഞ്ഞു വയ്ക്കാം,
ബാക്കിയുള്ളവന്മാരുടെ വിവരങ്ങൾ കൂടി ലഭിച്ച് അവന്മാരെ എല്ലാം ഒരുമിച്ച് ക്വാളിഫൈഡ് ആക്കാം. ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനുകളുടെ രീതികൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നല്ല, കൃത്യമായിട്ട് അങ്ങനെയാണ് സൈന്യം അതിനെ കൈകാര്യം ചെയ്യുന്നതെന്നല്ല, അതിൻ്റെ ഒരു രീതി പറഞ്ഞതാണ്. പക്ഷേ വേട്ട തന്നെ നടക്കുകയാണ് അവിടെ. സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരുന്നു കശ്മീരി പണ്ഡിറ്റുകളുടെ തിരിച്ചു വരവിന് വേണ്ടി. പക്ഷേ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അബ്ദുള്ളമാരുടെ തേർവാഴ്ച നടന്നുകൊണ്ടിരുന്ന കശ്മീരിൽ, ജമ്മു ആൻഡ് കശ്മീരിൽ അബ്ദുള്ളമാർ ഇടയ്ക്കൊന്ന് മാറുമ്പോൾ മുഫ്തിമാരുടെ തേർവാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറും. മുഫ്തിയും അബ്ദുള്ളയും എല്ലാം പാകിസ്ഥാൻ്റെ മുത്തുകളായിരുന്നു എന്ന് തന്നെ പറയണം. മറ്റൊരു വാക്കാണ് വായിൽ വന്നത്. പക്ഷേ അത് നാഗരികമായി ഈ ഒരു അവസരത്തിൽ പറയുവാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മുത്താക്കുന്നു. മുത്ത് തന്നെ വളരെ പ്രസിദ്ധമായൊരു മുത്താണ്. ഒരു മുത്തുണ്ട്. ഇവരും മുത്തുക്കളായിരുന്നു പാകിസ്ഥാൻ്റെ. പക്ഷേ ഇപ്പോൾ ഇവരൊന്നും മുത്തുകൾ പോയിട്ട് ഞാൻ പറയുവാൻ വന്ന വാക്കുകൾ പോലും അല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവോടുകൂടി. ഇപ്പോൾ യാസിൻ മാലിക് കൂടുതൽ നിയമക്കുരുക്കിലേക്കും ഒടുവിൽ ഹോപ്പ്ഫുള്ളി നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന തരത്തിൽ തൂക്കുകയറിൽ തൂങ്ങിയാടുന്ന തരത്തിലേക്കും എത്തി ഭീകരവാദികൾക്കെല്ലാമുള്ള ഉത്തമ ഉദാഹരണമായി മാറുമെന്ന് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി തൂക്കുകയർ ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും കോടതിയിൽ ന്യായാധിപൻ തൂക്കുകയർ കൊടുക്കണ്ട, ഇത്രയും പ്രായമായില്ലേ, ഒരുപാട് അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട് അയാളെ എന്നുള്ള തരത്തിലേക്ക് വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ കിടന്ന് പുഴുത്തു മരിക്കുവാനുള്ള സാഹചര്യവും യാസിൻ മാലിക്കിൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. ഒരുപക്ഷെ ഒന്ന് കൂടി ആലോചിക്കുമ്പോൾ തൂക്കിക്കൊല്ലുക എന്നുള്ളത് അയാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാകില്ല, അയാൾക്ക് ലഭിക്കാവുന്ന രക്ഷയായിരിക്കും. കിടന്നനുഭവിച്ച് പോകണം എന്നുള്ളൊരു ശിക്ഷ അയാൾക്ക് ലഭിക്കുകയാണെങ്കിൽ സർക്കാർ സാഹചര്യങ്ങളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്ത് ഒരു നേരം വല്ല കഞ്ഞിയും പകരം കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്യൽ ആൾക്ക് നേരെ ഉണ്ടായാൽ കശ്മീരി ജനങ്ങൾ, കശ്മീരിലെ യഥാർത്ഥ അവകാശികൾ, കശ്മീരിൻ്റെ യഥാർത്ഥ അവകാശികൾ സന്തോഷിക്കും. ഭീകരവാദികളല്ല, ഭീകരവാദികൾ അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയ കുടിയേറ്റക്കാരുമല്ല, യഥാർത്ഥ കശ്മീരികൾ പണ്ഡിറ്റുകളാണ്, അവിടുന്ന് പലായനം ചെയ്ത ഹിന്ദുക്കളാണ്. പണ്ഡിറ്റുകൾ മാത്രമല്ല, നിരവധി ഹിന്ദു വിഭാഗങ്ങൾ, സിഖ് വിഭാഗത്തിൽപ്പെട്ട പല ആളുകൾ, ഇവരെല്ലാം 1990 അവിടെ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് ഭീകരവാദം തുടങ്ങിയിരുന്നു. അതാണ് ഏതാണ്ട് 35 വർഷങ്ങളുടെ പഴക്കമുണ്ട് കശ്മീരിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്. അതിൻ്റെ അന്ത്യം മോദി സർക്കാർ കുറിച്ചു കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ബാക്കിയുള്ളത് ഈ മിച്ചവും ബാക്കിയൊക്കെ തൂത്തുമാറ്റി എടുത്ത് കൂട്ടിയിട്ട് കത്തിക്കുക എന്നുള്ളതാണ്. ആ മിച്ചവും ബാക്കിയിൽപ്പെട്ടതാണ്. പക്ഷേ എന്നാൽ ഏറ്റവും വലിയ ഭീകരവാദി എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ ആ വിളിക്ക് അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് യാസിൻ മാലിക്. യാസിൻ മാലിക്കിൻ്റെ കാര്യം നിയമം തീരുമാനിക്കട്ടെ, നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കട്ടെ. സർള ഭട്ടിന് വൈകിയ വേളയിലെങ്കിലും നീതി ലഭിക്കട്ടെ, അവരുടെ ആത്മാവിന് ശാന്തിയും. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. നന്ദി. വീണ്ടും കാണാം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.